ശ്രീ അനിൽകുമാർ, വി ഡി സതീഷിനെതിരെ നിങ്ങൾ ശക്തമായി ഉന്നയിച്ച ഒരു ആരോപണമാണ്. അതിൽ കഴമ്പില്ല, അല്ലെങ്കിൽ വി ഡി സതീഷിനെതിരെ തെളിവില്ല എന്ന് വ്യക്തമാക്കുന്നു വിജിലൻസ് അന്വേഷണം. വിജിലൻസ് ഇക്കാര്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, വിദേശത്ത് നിന്ന് പണം പിരിക്കുമ്പോൾ വിദേശത്തുനിന്ന് പണം പിരിക്കാൻ ആവശ്യമായ അനുവാദം വേണം. 2018 പ്രളയകാലത്ത് കേരളത്തിലെ സർക്കാരിനോ മന്ത്രിമാർക്കോ വിദേശത്ത് പോകാനോ പണം പിരിക്കാനോ വിദേശപണം സ്വീകരിക്കാനോ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് വിദേശത്ത് പോയി വി ഡി സതീശൻ തന്റെ ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി പണം പിരിച്ചത്. അതിന് കേന്ദ്ര സർക്കാരിന് അന്വേഷിക്കാൻ അവകാശപ്പെട്ടതാണ്. അവരാണ് അക്കാര്യം അന്വേഷിക്കേണ്ടത്, കുടകര പോലെ എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിയിലുള്ളത്. ഇപ്പോഴും അതവിടെ നിലനിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് അതിൽ പരിമിതിയുണ്ടോ എന്നുള്ള കാര്യം LDFന്റെ കാലത്തും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ക്ലീൻ ചിറ്റ് കിട്ടാൻ പോകുന്നില്ല. നമുക്കറിയാമല്ലോ, വിദേശത്ത് പോയിട്ട് പണം ചോദിക്കുന്നതും വാങ്ങുന്നതും. ഞാൻ വിദേശത്ത് പോയിട്ട് പണം വാങ്ങിയെന്ന് ആധികാരികമായി ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറയുന്നത്, പിന്നീട് ഞാൻ അങ്ങനെ പോയിട്ടില്ല, കണ്ടിട്ടേ ഇല്ല, പണം പിരിച്ചിട്ടേ ഇല്ല എന്ന് കളവ് പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ യാഥാർത്ഥ്യങ്ങളില്ലേ. അപ്പൊ ഇത് ഒന്ന് FCRA നിയമം ലംഘിച്ചിട്ടുണ്ട്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുതാര്യമായൊരു കണക്ക് അക്കാര്യത്തിലില്ല. ആരോടൊക്കെ പണം വാങ്ങിയതിനൊരു കൃത്യമായ ഒരു അക്കൗണ്ടിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിദേശത്തിറക്കം അന്വേഷണം നടത്തേണ്ട കാര്യമാണ് എന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടി മോദിയുമായി യുദ്ധമില്ല, കേന്ദ്ര സർക്കാരുമായി ഇനി ഞങ്ങൾ ഒരു കാര്യത്തിലും മുണ്ടത്തില്ല എന്ന ലജ്ജാകരമായ മുൻപോക്കിടങ്ങളാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. വിജിലൻസിന് അക്കാര്യത്തിലുള്ള പരിമിതി ഇല്ലാവെന്ന് പറയാം.